പത്തനംതിട്ടയിലൂടെയുള്ള യാത്രയിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നത് അടൂരിലാണ്. അടൂരിലെ പറക്കോടാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പരിചയപ്പെടുത്താൻ ഒരു ജോബ് സ്റ്റേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ജോബ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് നിങ്ങൾ സംശയിക്കുന്നത് പോലെ തന്നെ അത് തൊഴിൽ ലഭിക്കുന്ന ഇടം തന്നെയാണ്. അതായത് ആളുകൾക്ക് വന്ന് രജിസ്റ്റർ ചെയ്യാം. തൊഴിൽ ഒഴിവുകൾ വരുന്ന സമയത്ത് ആ തൊഴിലേക്ക് ആരാണോ യോഗ്യരായവർ അവരെ വിളിക്കുന്നത്. അതായത് രാജ്യത്തിനകത്തും പുറത്തുമുണ്ട് ഇതിലൂടെ തൊഴിൽ ലഭിക്കുന്ന. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നമ്മളിങ്ങനെ ഒരുപാട് പ്രൈവറ്റ് ഏജൻസികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലുടനീളമുണ്ട്. പക്ഷെ ഇത് നമ്മുടെ തോമസ് ഐസക് LDF സ്ഥാനാർത്ഥി പത്തനംതിട്ടയിലെ അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകമായ ആശയങ്ങളിൽ ഒന്നാണ് ഏറ്റവും ഫലപ്രദമായി ഇപ്പോൾ നടന്നു വരുന്ന ഒരു പദ്ധതി കൂടിയാണ്. തീർച്ചയായും വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ട് എന്നും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആൾ കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. കേരള നോളജ് ഇക്കണോമി മിഷൻ, അതായത് വൈജ്ഞാനിക സാമ്പത്തിക വ്യവസ്ഥ എന്ന സർക്കാരിന്റെ വലിയൊരു ചിന്ത നടക്കുന്ന സമയത്താണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ജോബ് സ്റ്റേഷൻ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. വിജ്ഞാന പത്തനംതിട്ട, ഉറപ്പാണ് തൊഴിൽ, അങ്ങനെയാണ് അതിന്റെ ഒരു സ്ലോഗൻ വരുന്നത്. അപ്പോൾ ആ വേറിട്ട ആശയത്തിന്റെ ഒരു വ്യക്തത, അതിന്റെ ആഴം, അതിന്റെ പ്രയോജനം, അത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട് മണ്ഡലത്തിൽ എന്നുള്ളത് നോക്കണം. എന്താ പേരെന്താ? ഷെൽട്ടൻ. ജോബ് സ്റ്റേഷനിൽ പോയതാണോ? അതെ അതെ. സംസാരിച്ചോ? സംസാരിച്ചു. എന്ത് തോന്നുന്നു? അതെ, ഇത് നല്ലൊരു ആശയമാണ്. കാരണം നമ്മളെ പോലെ ജോബ് അന്വേഷിച്ച് നടക്കുന്ന യുവാക്കൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇതുപോലുള്ള ആശയങ്ങളുള്ളവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ഇങ്ങനത്തെ ആശയങ്ങളാണ് നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്നത്. ഒത്തിരി യുവാക്കൾക്ക് ഇത് ഗുണം ചെയ്യുന്നുണ്ട്. ഒറ്റക്കാര്യം കൂടി, ആൻഡ്രോ ആന്റണിയെ കുറിച്ച് എന്താണ് പറയുന്നത്? ആൻഡ്രോ ആന്റണി ഇവിടെ സ്ഥിരം മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ജനിച്ച കാലം തൊട്ട് കേൾക്കുന്നതല്ലേ? അതെ, സ്ഥിരം കേട്ടുള്ള പേരാണ് ആൻഡ്രോ ആന്റണി. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പൊ കറന്റ് എല്ലാവർക്കും അറിയാമല്ലോ. എങ്കിലും നമ്മൾ പറയേണ്ടതില്ല. അതെ, പറയേണ്ടത് പറയാൻ മാത്രമൊന്നും ഇല്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം അല്ലേ? അപ്പോൾ ശരി, അപ്പോൾ താങ്ക് യു. ഞങ്ങളൊന്ന് ഈ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം എങ്ങനെയാണെന്ന് കൂടി നോക്കേണ്ടത്. വരാം. ഞങ്ങൾ ഈ ജോബ് സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു കേട്ട് വന്നതാണ്. ഡോക്ടർ ഐസക്കിൻ്റെ ഒരു ആശയമായിരുന്നല്ലോ. ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം? എങ്ങനെയാണ്? ജോബ് സീക്കേഴ്സ് വരുന്നു, അവർ DWMSൽ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ പറയുന്നു. അതിനുശേഷം അതിൽ തന്നെ കുറേ ജോബ്സ് ഉണ്ട്. അവർക്ക് ചേരുന്ന അവരുടെ ക്വാളിഫിക്കേഷനും സ്കിൽസ് അനുസരിച്ചുള്ള ജോബ്സ് അവർ തന്നെ അതിൽ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ. പ്ലേസ്മെന്റ് ഒക്കെ ആയിട്ടുണ്ടോ ആളുകൾക്ക്? ആയിട്ടുണ്ട്. ആണോ? എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആകെ? ഈ ഒരു ജോബ് സ്റ്റേഷനിൽ നമുക്കൊരു 383 ആൾക്കാർ ഇതുവരെ വന്നിട്ടുണ്ട്. സ്റ്റിൽ കൗണ്ടിങ് ആണ്. അത്രയും പേര് രജിസ്റ്റർ. നല്ലൊരു പ്രതികരണം കിട്ടുന്നുണ്ടോ? എന്താണ് ഇവിടെ വരുന്നവരൊക്കെ പറയുന്നത്? ഇങ്ങനെ ഒരു ആശയത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അതെ, പ്രത്യേകിച്ച് യൂത്ത് വരുമ്പോൾ അവർക്ക് ഇത് ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് തോന്നുന്നത്. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ജോലി അന്വേഷിക്കൽ ഭയങ്കര ഒരു പ്രയാസമാണ്. അപ്പം ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇപ്പം ജോലിയിലേക്ക് എത്തുക എന്നുള്ളൊരു ഗ്യാപ്പിൽ ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്ത് അവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എല്ലാവരുടെയും. പ്രധാനമായും ഏതൊക്കെ മേഖലയിലേക്കുള്ള തൊഴിലുകളാണ് ഇവിടെ നിങ്ങൾ? എല്ലാ മേഖലയിലോട്ടും ഉണ്ട്. രാജ്യത്തിന് പുറത്തേക്കും? പുറത്തുണ്ട്, അകത്തുണ്ട്. IT ഉണ്ട്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ഫീൽഡ്, ടീച്ചിങ് എല്ലാം. ഈ ജോബ് പ്രൊവൈഡേഴ്സ് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? അവരെയും ഈ ഉദ്യോഗാർത്ഥികളെയും തമ്മിൽ നിങ്ങൾ കണക്ട് ചെയ്യിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സംവിധാനം? ആക്ച്വലി ഇതിപ്പോൾ ICT CIA എന്ന് പറയുന്ന 2 റിക്രൂട്ടേഴ്സ് ഉണ്ട്. അവരാണ് എംപ്ലോയേഴ്സിനെ നമുക്ക് തരുന്നത്. അവർ നമ്മുടെ DWMS ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളപ്പോൾ കുട്ടികളെ ഇതിലോട്ട് അപ്ലൈ ചെയ്യിപ്പിക്കുമ്പോൾ എംപ്ലോയേഴ്സിനെ ഡയറക്റ്റ്ലി ഇവരുടെ പ്രൊഫൈലിൽ പോയിട്ട് അവർ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ കുട്ടികളുടെ അടുത്ത്, കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തായിട്ട്. എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു ആശയം? ഈ ജോബ് സ്റ്റേഷൻ വളരെ ഉപകാരപ്പെട്ട ഒരു ആശയമാണ്. എല്ലാവർക്കും പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്ന ഒരു ആശയമാണ്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ചിന്തയാണല്ലേ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും.